കൃഷിയിടത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളെ ഇന്ന് കാബേജിൽ വരുന്ന രോഗങ്ങളാണ് ഇന്ന് നോക്കാൻ പോണത്. നമ്മൾ ആ വീഡിയോ എല്ലാവരും കാണുന്നുണ്ട്, പക്ഷെ സബ് ചെയ്യുന്നില്ല. എല്ലാവരും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്കും കൂടെ ചെയ്യുക. ഇപ്പൊ വീഡിയോയിലേക്ക് പോവാം. ബ്ലാക്ക് റോട്ട്, ഡൗണി മിൽഡിയോ, ഓൾട്ടർനേറ്റ് ലീഫ് സ്പോട്ട്, ക്ലബ് റോട്ട്, ഡാമ്പിംഗ് ഓഫ്, ബാക്ടീരിയ സോഫ്റ്റ് റോട്ട്, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന രോഗങ്ങൾ. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ബ്ലാക്ക് റോട്ട്. ഇത് വരുമ്പം നമുക്ക് ഇലയുടെ മാർജിൻ ഭാഗത്തെല്ലാം നമുക്ക് ഒരു മഞ്ഞ കളറിലുള്ള ദ്രാവകം ഇങ്ങനെ ഒഴുകി വരുന്നത് പോലെ കാണാൻ പറ്റും. അതൊരു വി ഷേപ്പിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂടാതെ ഈ മഞ്ഞ ഭാഗം വന്നിട്ടുള്ള അടുത്തുള്ള ഞരമ്പുകളെല്ലാം കറുത്ത കളറായിട്ട് മാറും. ഡൗണി മില്ലി എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ മഞ്ഞ കളറിലുള്ള ചെറുതായിട്ടുള്ള ചെറിയ ചെറിയ അഴുകിയ ഭാഗങ്ങളെല്ലാം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇലയിൽ കാണാൻ പറ്റും. അതാണ് ഡൗണി മിൽഡിയോന്റെ. അടുത്ത ഓൾട്ടർനേറ്റീവ് ലീഫ് സ്പോട്ട്. ഇതെന്ന് പറയുമ്പം ബ്രൗണോ അല്ലെങ്കിൽ കറുത്ത കളറിലുള്ള കോൺസെൻട്രേറ്റ് ആയിട്ടുള്ള റിങ്സ് നമുക്ക് കാണാൻ സാധിക്കും. കറക്റ്റ് റൗണ്ട് ആയിട്ടുള്ള ഇതായിരിക്കും നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അടുത്ത ഡാമ്പിംഗ് ഓഫ്. ചെറിയ നമ്മുടെ നഴ്സറി സമയത്താണ് ഈ രോഗം നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ഈ സമയത്ത് ഇല മുഴുവനായിട്ട് ചരിഞ്ഞ് ഒടിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. നല്ല രീതിയിൽ വാടിപ്പോവും. ക്ലബ് റോട്ട്. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ചെടി നല്ല രീതിയിൽ വാടി ഉണങ്ങിപ്പോവും. പക്ഷെ ഇതിന് വേറൊരു സിംറ്റം ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്, ഈ നമ്മള് കാബേജ് പുഴുത് നോക്കുമ്പോൾ ഇതിന്റെ വേരിലെല്ലാം മുഴയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത ബാക്ടീരിയ സോഫ്റ്റ് റോട്ട്. ഈ രോഗം വരുമ്പോൾ നമ്മളെ കാബേജിന്റെ മേൽഭാഗം ഉണ്ടല്ലോ, മേൽഭാഗം ചെറുതായിട്ട് അഴുവി ഒരു അഴുക്ക സ്മെല്ല് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ക്രമേണ അഴുവി നല്ല രീതിയിൽ ഇല്ലാതായി പോകാൻ സാധ്യത കൂടുതലാണ്. മാനേജ്മെന്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന വെച്ചാൽ ക്രോപ്പ് റൊട്ടേഷൻ ചെയ്യാവുന്നതാണ്. ഇതെന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്ത് 2-3 പ്രാവശ്യത്തിൽ കൂടുതൽ നമ്മൾ ഇതുപോലത്തെ വിളകളൊന്നും കൃഷി ചെയ്യരുത്. അതായത് ഈ കാബേജിന്റെ വകഭേദങ്ങളുണ്ടല്ലോ, റാഡിഷ്, കോളിഫ്ലവർ, അങ്ങനത്തെ സാധനങ്ങളൊന്നും കൃഷി ചെയ്യരുത്. അടുത്ത ഡ്രെയിനേജ്. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ വെള്ളമൊന്നും ഫീൽഡിൽ ഒരുപാട് കെട്ടി നിൽക്കാതെ നോക്കണം. അത് കാരണം നമുക്ക് ഫംഗൽ ഗ്രോത്ത് എല്ലാം കൺട്രോൾ ചെയ്യാവുന്നതാണ്. അടുത്ത ഫീൽഡ് സാനിറ്റേഷൻ. ഓരോ രോഗങ്ങൾ വന്നിട്ടുള്ള എന്തെങ്കിലും ചെടികളുണ്ടെങ്കിൽ, അത് ഒരുപാട് രോഗം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് മാക്സിമം ആ ഫീൽഡിൽ നിന്ന് ഒഴിവാക്കുക. ബയോ കൺട്രോൾ ആയിട്ട് കോപ്പർ ബേസ്ഡ് ആയിട്ടുള്ള ബാക്ടീരിയസൈഡോ ഫംഗിസൈഡോ യൂസ് ചെയ്ത് നമുക്ക് കുറെ കൺട്രോൾ ആക്കാവുന്നതാണ്. അപ്പൊ ഞായറാഴ്ച 7 മണിക്ക് നമ്മൾ ലൈവ് വരുന്നുണ്ട്. എല്ലാവരും വന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കുക. അപ്പം പുതിയൊരു വീഡിയോ ഉടനെ തന്നെ കാണാം. ബൈ.